വേഗം വീറിനെ വിളിക്ക്. അല്ല, ഞാനിവിടെ എന്തെടുക്ക? ഇങ്ങനെ ചാടിച്ചാടി കളിക്കാൻ നല്ല രസമുണ്ട്. ഈ ബബിള് വെച്ച് ഞാൻ ചാടിക്കളിക്കുകയാണ്. വേഗം വാ. ചുൾബുൾ, ഇതൊക്കെ എന്താ? വീർ, ഞങ്ങളെ രക്ഷിക്കാൻ നീ സൂക്ഷിക്കണം. ഈ ബബിളിനകത്ത് കുടുങ്ങി പോയാ പിന്നെ പുറത്തേക്ക് വരാൻ കഴിയില്ല. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് പൊട്ടിക്ക്. ചുൾബുൾ, നീ പേടിക്കണ്ട. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. എടാ കൊച്ചു ചെക്ക, നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിതാ അറ്റാക്ക് തുടങ്ങാൻ പോവാ. അപ്പൂപ്പ, ഈ ബബിൾ എന്താ? അതിനകത്ത് എന്താ ഉള്ളത്? അതെങ്ങനെയാണ് തകർക്കേണ്ടത്? എന്റെ ലേസർ ഗൺ യൂസ് ചെയ്തിട്ടും അതിനെ പൊട്ടിക്കാൻ പറ്റുന്നില്ല അപ്പൂപ്പ. ഞാനിപ്പോ തന്നെ വന്നേക്കാം. ടിംബാറ്റോ, നീ ലേസർ ഗൺ ഉപയോഗിക്കാം. നീ അവിടെ തന്നെ നിൽക്ക്. അല്ലാത്ത പക്ഷം ഇമിലിയെ ഞാൻ ബബിളിനകത്താക്കുന്നതായിരിക്കും. മനസ്സിലായോ? ഓക്കെ, നീ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുവാണ്. ഇപ്പൊ ഇമിലിയെ വിട്ടേക്ക്. അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ എല്ലാവരും എന്റെ ബോസിന്റെ അടുത്തേക്ക് ഉടൻ തന്നെ വന്നേ പറ്റൂ. ഓക്കെ, ഇന്നാ പിടിച്ചോ. ചേടാ, എന്താ ഇതൊക്കെ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ വീറിന്റെ പണിഷ്മെന്റ് വേണ്ടാന്ന് വെച്ചോളാം. പ്ലീസ്, നിങ്ങളൊന്ന് പോയിട്ടാ. നോ 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 നോ. ഞാൻ ചെന്ന് ചാട്ട് കഴിച്ചിട്ട് വന്നേക്കാം. ഇനി വീറിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അയ്യോ, എനിക്കിതൊക്കെ കാണുമ്പോ തല ഇറങ്ങുന്നു. ഓക്കെ, ഞാൻ ഇനി വീറിന് പണിഷ്മെന്റ് കൊടുക്കില്ല. ഞാനും വേണമെങ്കിൽ ബെഞ്ചിൽ കയറി നിന്നോളാം. ഓ, ഇവൻ വീറിന്റെ ഫ്രണ്ടാണല്ലോ. ഇവനും വീറും ഒരിക്കലും ഒത്തുചേരില്ലല്ലോ. വാവ്, ആ ചോക്ലേറ്റ് മാത്രം എനിക്ക് കിട്ടിയാൽ എന്ത് രസമായിരിക്കും. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. അതെ, പിന്നെ നമ്മുടെ വീർ എവിടെയാ? ശരിക്കും അവനൊരു പാഠം പഠിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവൻ എന്നെ ഇതുപോലെ ഡിസ്റ്റർബ് ചെയ്യില്ലായിരുന്നു. ഷടാ, അത് സാരമില്ല. ചെല്ല്, ഇന്ന് മുതൽ അവൻ ഒരിക്കലും നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അവൻ എപ്പോഴും അത് ഓർത്തിരിക്കത്തക്ക രീതിയിൽ ഞാൻ നിനക്ക് വാക്ക് തരികയാണ്. അങ്കിൾ, താങ്ക് യു. മോനെ ബണ്ടി, അത് പിന്നെ ഉണ്ടല്ലോ, നിന്റെ ചോക്ലേറ്റിൽ പകുതി എനിക്ക് തരുമോ? ഓക്കെ. ഇത്രയും ചോക്ലേറ്റോ? പക്ഷെ അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം. ഇനി ഒരിക്കലും അവൻ എന്നോട് കളിക്കരുത്. നീ പൊയ്ക്കോളൂ, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഞാൻ ഇപ്പൊ തന്നെ അതിന് വഴി ഉണ്ടാക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. വീറിനെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കണം, കേട്ടല്ലോ? പിന്നീട് അവൻ ബണ്ടിയെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല.
നിന്നെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കാനാടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. നീ അതൊരിക്കലും മറക്കില്ല. നോക്കിക്കോടാ ചെക്ക. എന്താ പറ്റിയത് വീർ? ഇവൻ വന്ന് പറയാ ഇവൻ വീറിനെ പാഠം പഠിപ്പിക്കാൻ വന്നാണെന്ന്. ബണ്ടി ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുതെന്നാ പറയുന്നേ. ഞാൻ ബണ്ടിയെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല അങ്കിൾ, സത്യമായിട്ടും. ഈ വീറുണ്ടല്ലോ എന്റെ കുട്ടിയാണ്. അവൻ എന്റെ കൺമുമ്പിൽ കളിച്ചു വളർന്നവനാ. അവന്റെ ദേഹത്തെങ്ങാനും തൊട്ടെന്നറിഞ്ഞാൽ നിന്നെ ഞാൻ വകവരുത്തും, പറഞ്ഞേക്കാം. ഇവൻ ബണ്ടിയെ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് എനിക്കറിയാം. പാഠം പഠിപ്പിക്കണമെങ്കിൽ എന്നെ പാഠം പഠിപ്പിക്കടാ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും. ശരി ശരി, ഓക്കെ. ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് വിളിച്ചോണ്ട് പോയിക്കോ. അവരെ രണ്ടുപേരും വിട്ടേക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും. എന്താ നിങ്ങൾ അങ്ങനെ മാറ്റി മാറ്റി സംസാരിക്കുന്നത്? മിസ്റ്റർ ചട്ട പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലേ? എന്റെ കൂട്ടുകാരൻ ചിണ്ടുവിനെ എന്റെ കയ്യിൽ നിന്ന് ആർക്കും തട്ടിപ്പറിക്കാൻ പറ്റില്ല. വീർ, ഞാൻ ചിണ്ടുവിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോവുകയാണ്. നിങ്ങൾ തമ്മിൽ ഞാനൊരു വഴക്കുണ്ടാക്കും. നീ തന്നെ ചിണ്ടുവിനെ അടിച്ചു പുറത്താക്കും. വീർ വീർ, ഇന്നാ പിടിച്ചോ. ഇതാ നിന്റെ ഷട്ടിൽ കോർക്ക്. എന്നെ എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? എന്നെ കണ്ടിട്ട് മനസ്സിലാവണില്ലേ? ഇത് ഞാനാ ബണ്ടി. വേണ്ട, ഒന്ന് നിർത്ത്. എന്നെ വെറുതെ തല്ലരുത്. അല്ല, ഇത് ബണ്ടിയുടെ വോയിസ് ആണല്ലോ. ഇത് എവിടുന്നാ വരുന്നത്? അവൻ വേദന കൊണ്ട് പൊളയുന്നത് പോലെയാണല്ലോ സംസാരിക്കുന്നത്. വീർ, ഞാൻ ഇവിടെ തന്നെയാണ് ഉള്ളത്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. ചിണ്ടു, നീ ഇതെന്താ കാണിച്ചിരിക്കുന്നത്? നീ ഇതുപോലെ ഇനിയും ചെയ്താൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ചെയ്യും 100 പ്രാവശ്യം ചെയ്യും. അവൻ എപ്പോഴും നിന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ ഡിസ്റ്റർബ് ചെയ്താൽ എന്താ കുഴപ്പം? ഞാനാണ് പറയുന്നത്. നീ ഇപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണല്ലേ. കൂട്ടുകാരെന്ന് വെച്ചാൽ ചിണ്ടുവിനെ പോലെ വേണം. അവൻ ഒരിക്കലും എന്നോട് വഴക്കു കൂടാറില്ല. നീ ഇപ്പൊ എന്റെ ഓണറിലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിട്ടേച്ച് ചിണ്ടുവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമായിരുന്നു. എന്നാ പോയിക്കോ, നിന്റെ ഫ്രണ്ട് ചിണ്ടുവിന്റെ അടുത്തേക്ക് തന്നെ നീ പോയിക്കോ. വെറുതെ വീറിന്റെ കൂടെ വഴക്കുണ്ടാക്കണ്ട. എന്നാ ശരി. അയ്യോ, വീർ, എമിലി, ചുൽബുൾ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്യാരറ്റ് ഹൽവ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മക്കളെ. വാ, വന്ന് കഴിക്കേ. ഞാൻ ഇപ്പൊ എടുക്കാം. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല അപ്പൂപ്പൻ നിങ്ങളാണ്. ഹലോ അപ്പൂപ്പ. വാ മോനെ വാ, നീയും കൂടെ ചേർന്ന് ഇത് കഴിക്കേ. എല്ലാവർക്കും കൂടെ ചേർന്ന് ക്യാരറ്റ് ഹൽവ കഴിക്കാം. പിന്നെന്താ, തീർച്ചയായിട്ടും. ഞാൻ എന്റെ മാജിക് പവർ കൊണ്ട് ഇതിന്റെ ടേസ്റ്റ് വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. ഇതെന്റെ കൂട്ടുകാർക്ക് കഴിക്കാൻ കൊടുത്തു നോക്ക്, അവർക്ക് ഭയങ്കര ഇഷ്ടവും. ചിണ്ടു, നീ എവിടെയാ? ചിണ്ടു, ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ കളി? ഇതൊക്കെ എന്ത് തമാശയാ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? വീടിനകത്ത് എന്തിനാ നീ തവളകളെ കൊണ്ടുവന്നത്? വീർ, ഞാൻ കൊണ്ടുവന്നോ? ഞാനൊരു തവളയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടൊന്നുമില്ല. പോകരുത്. തെറ്റ് ചെയ്തിട്ട് കള്ളത്തരം വരെ പറയുന്നു. ഇതെല്ലാം നീ ചെയ്ത തമാശയാണ്. നിനക്ക് നിന്റെ ഫ്രണ്ടിനെ കാണാൻ പോകണമെങ്കിൽ പൊയ്ക്കോ. ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും ഇവിടെ ചെയ്യണ്ട. പറഞ്ഞത് മനസ്സിലായല്ലോ? എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ആദ്യം ഇതൊക്കെ മാറ്റ്. തവളകളെ പുറത്താക്ക്. ഓ, നീ വലിയ ഓണറാണല്ലേ. നിനക്കെന്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാലേ. നിന്നോടാരാ അതിനിടയ്ക്ക് നടുക്ക് കയറി വരാൻ പറഞ്ഞത്? നീ അത് കണ്ടില്ലായിരുന്നോ? ഒരു കുട്ടി റോളർ കോസ്റ്ററിൽ കുടുങ്ങിപ്പോയി. ഞാൻ ജമ്പ് ചെയ്ത് അവനെ രക്ഷിക്കാൻ പോയതായിരുന്നു. നീ എന്നെയും കുട്ടിയും പൊക്കിക്കൊണ്ടുവന്ന് താഴെ ഇറക്കി വിട്ടിരിക്കുക. നീ എന്തിനാണ് എന്നെ അവിടുന്ന് താഴെ ഇറക്കി കൊണ്ടുവന്നത്? ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ സ്വയം ഇറങ്ങി വരുമായിരുന്നല്ലോ. സോറി ബണ്ടി, അടുത്ത പ്രാവശ്യം ഞാൻ നിന്നെ രക്ഷിക്കാൻ വരില്ല. താങ്ക് യു റോബോ ബോയ്. നീ എന്റെ റോബോ ക്രാഫ്റ്റ് എടുത്തുകൊണ്ട് പോയിക്കോളൂ. എന്നിട്ട് വീറിനെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്ന് എത്തിക്കണം. ഈ റോബോ ക്രാഫ്റ്റ് എന്തിനുള്ളതാ ബോസ്? നീ അങ്ങോട്ട് നോക്കടാ.
ഇതെന്റെ ലേറ്റസ്റ്റ് റോബോ ക്രാഫ്റ്റ് ആണ്. വീർ എവിടെയുണ്ടെങ്കിലും ഏത് സ്ഥലത്തുണ്ടെങ്കിലും അവനെ പിടികൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കും. നീ ഇതിൽ കയറിയിരുന്ന് എന്ത് ചെയ്യണമെന്ന് ഇതിനോട് പറഞ്ഞാൽ മാത്രം മതി. ക്രാഫ്റ്റ് അത് ചെയ്തിരിക്കും. ബോസ്, യു ആർ ജീനിയസ്, സൂപ്പർ ഡൂപ്പർ ജീനിയസ്. ഷീസ് റൈറ്റ് ബോസ്, ഷീസ് റൈറ്റ്. ശരി, ഓക്കെ. ബോസിനെ ഒരു പ്രാവശ്യം പിടിച്ചു കാണിക്ക് ഇപ്പൊ തന്നെ. വിട്ടേക്ക്, ബോസിനെ വിട്ടേക്ക്. ബോസിനെ വിടാനാ പറഞ്ഞത്. ഇനി നിന്നെ എന്റെ റോബോ ക്രാഫ്റ്റിൽ നിന്നും ആർക്കും രക്ഷിക്കാൻ കഴിയില്ല വീർ. ഞാൻ വളരെ റിലാക്സ് ആയിരുന്നു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാ. ടേക്ക് ഓഫ് ചെയ്യട്ടെ. വണ്ടി അതിലൊന്നും പിടിച്ചൊന്നും ചെയ്യരുത്. 10 വർഷമായി ഈ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തിട്ട്. അതിന്റെ എഞ്ചിനിൽ എന്തോ പ്രശ്നമുണ്ട്. അവന് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്നാ പറത്തിക്കളയാം. വണ്ടി പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. വണ്ടി പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. നീ ഇതെന്ത് കാര്യമാ ചെയ്തിരിക്കുന്നത് ബണ്ടി? ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ചിണ്ടുവിന്റെ മാജിക് ആണെന്നാ തോന്നുന്നത് എമിലി. ഞാൻ ചെന്നൊന്ന് നോക്കിയിട്ട് വരട്ടെ.